ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിന് തുറക്ക് തന്നെ കാണിക്കുന്നത് മേജനെ, ആദേശിനെയോ ഹൈദറിനെയാണ്. മേജനാണെങ്കിൽ ഹൈദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. അച്ഛാ, ഞാനിപ്പോൾ കേട്ടതൊക്കെ സത്യമാണോ? ഇതെല്ലാം നിങ്ങൾ തന്നെയാണോ ചെയ്തത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. അതിനുശേഷം മേജനും ഹൈദറും കൂടി സംസാരിക്കുകയാണ്. അച്ഛാ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് നിങ്ങളെ അത്രത്തോളം വിശ്വാസമായിരുന്നു. അവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിച്ചത്. ഇപ്പം അതൊക്കെ വെറുതെ ആയില്ലേ? അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദറും പറയും, നീ എന്തിനാണ് അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് മേജൻ. നീ കൂടി കണ്ടതല്ലേ, അവൻ എനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ അന്നവിടെ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്നെ കൊന്നിരുന്നു. വേണ്ട അച്ഛാ, ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവരെ കൊല്ലാനാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇനി അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അച്ഛനോടുള്ള വിശ്വാസം ഇപ്പൊ തകർന്നു പോയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും. അതിനുശേഷം മേജൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അദേശ് വരുന്നത്. അദേശ് വരുന്ന കാണുമ്പോൾ മേജൻ പറയും, വേണ്ട അദേശ്, നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും നിന്നോട് പറഞ്ഞതില്ലേ, നീ കേൾക്കാഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയാനല്ലേ നിങ്ങൾ വരുന്നത്. എന്തായാലും എനിക്കിപ്പോൾ നിങ്ങളോട് തർക്കിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ. അല്ല മേജൻ, ഞാൻ നിന്നോട് അങ്ങനെ സംസാരിക്കാൻ വന്നോന്നല്ല. പിന്നെ നിങ്ങൾ എന്തിനാ വന്ന്? ഒരിക്കലും നിങ്ങൾ ഈ ഒരു അവസരം മുതലെടുക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം. മാജൻ, ഞാൻ ഒരിക്കലും നീ വിഷമിച്ചിരിക്കുന്ന അവസരം മുതലാക്കി നിന്റെ അടുത്ത് കളിയാക്കാൻ വേണ്ടി വന്നോന്നല്ല. പിന്നെ നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിന്നെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നിന്റെ അടുത്തേക്ക് വരണമെന്ന് തോന്നി. നീ ഇപ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം നിന്നെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അത് നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ആദേശ്. ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. അഥവാ ഞാൻ ഒരിക്കലും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരുന്നു. നീ എൻ്റെ അച്ഛനെ കുറിച്ച് ഓരോ തവണ പറയുമ്പോഴും ഞാൻ നിനക്ക് എതിരായിട്ടാണ് സംസാരിച്ചിരുന്നത്. കാരണം എനിക്ക് എൻ്റെ അച്ഛനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അവരൊരിക്കലും ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം നേരെ തിരിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം വിഷമമുണ്ടെന്നറിയോ. ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലാണ് മിസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ആ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഇന്നസെൻസ് എല്ലാം പോയിരിക്കുകയാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും എൻ്റെ വീട്ടിലുള്ളവരും എല്ലാം ഇന്നസെൻസ് ആയിരുന്നു. ഇനി അതെല്ലാം എനിക്ക് തോന്നിയതാണോ എന്നെനിക്ക് അറിയില്ല. പക്ഷെ അന്ന് എൻ്റെ അച്ഛൻ ഒരിക്കലും ഇതുപോലെ ആയിരുന്നില്ല. എന്നെ എന്തോരം കെയർ ചെയ്തിട്ടാണ് എൻ്റെ അച്ഛൻ വളർത്തിയെന്നറിയോ. ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്കൊരു അസുഖം വന്നു. പക്ഷേ അന്നാണെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോയായിരുന്നു. ഞാൻ ഒരുപാട് തവണ ആ സിനിമ കാണാൻ വേണ്ടി അച്ഛനോട് വാശി പിടിച്ചു. പക്ഷേ എൻ്റെ സ്ഥിതി വളരെ മോശമായതുകൊണ്ട് തന്നെ അച്ഛൻ എന്നെ കാണാൻ സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ ഒരിക്കലും സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ സിനിമ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് കണ്ടു. അത് പറയുമ്പം അദ്ദേഹം അവൻ്റെ കുട്ടിക്കാലം ആലോചിക്കും. അവരെല്ലാവരും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഈലുള്ളിൽ അവനെ തോളത്തിരുത്തിക്കൊണ്ട് അവളെ ആ സിനിമ കാണിക്കുന്നുണ്ടായിരുന്നു. അവർ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മേജൻ പെട്ടെന്ന് തലയിറങ്ങി വീഴുന്നത്. അതോടുകൂടി ആ സിനിമ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം മേജൻ അദേശിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്ന് ഞാൻ തലയിറങ്ങി വീണേ പിന്നെ ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല. അന്ന് എനിക്ക് ആ സിനിമ കാണാത്തതിൽ ഒത്തിരി വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ ആ ദിവസങ്ങളെല്ലാം എത്ര മനോഹരമായിരുന്നു എന്ന് തോന്നുന്നത്. അന്ന് എല്ലാ കാര്യങ്ങളും ഒരു ഇന്നസെൻ്റ് ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. അതോ ഇനി അത് വെറുതെ എൻ്റെ തോന്നൽ മാത്രമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം പറഞ്ഞ് മേജൻ കരയുന്ന കാണുമ്പോൾ അദ്ദേഹം അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കും. അപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഒരു കോൾ വരുന്നത്. അതിനുശേഷം അവൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. അപ്പോൾ മേജൻ അവനെ തടഞ്ഞിട്ട് പറയും, അദേശ്, നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഓഫീസിലേക്കാണ്, അവരെന്നെ വിളിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിലാണോ നീ ഓഫീസിലേക്ക് പോകാൻ പോകുന്നത്? നീ ഇപ്പോൾ എവിടേക്കും പോകുന്നില്ല. നിന്റെ കണ്ടീഷൻ നോക്കി, നിനക്ക് അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം ചിരി വരും. ഓ, നീ ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടാൽ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലോ. എൻ്റെ കൂടി ഞാൻ പറയുന്ന പോലെയാണ് നീ ഇപ്പോൾ പറയുന്നത്. പിന്നല്ലാതെ നിന്റെ അവസ്ഥ നോക്ക്. ഈ അവസ്ഥയിൽ നീ എവിടേക്കും പോകുന്നില്ല. നോക്ക് മേജൻ, ഇപ്പം എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. സാരമില്ല, എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരാം. എന്തായാലും നിങ്ങളുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. കാരണം നിങ്ങളിപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ വിടുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ചിരി വരും. എനിക്കതിന് ഒരു ബേബി സിറ്റർ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞാൽ അത് അത്രേ ഉള്ളൂ. ഇനി വേറെ ഒന്നും പറയണ്ട. എന്തായാലും ഇപ്പം എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഓഫീസിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം സംസാരിക്കാൻ വരുമ്പോഴേക്കും മേജൻ പറയും, വേണ്ട, ഇനി നീ ഒന്നും സംസാരിക്കണ്ട. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞതല്ലേ, അത് ഞാൻ കേട്ടാൽ മതിയെന്നും പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് അവൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലിങ് നടക്കുകയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന് ചിരി വരും. മേജനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈയും പിടിച്ച് കുട്ടികളെ കൊണ്ടുവരുന്ന പോലെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് മൊത്തം നീ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അതിനപ്പുറമായിട്ട് നീ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, ഇനി വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ
അനുസരിക്കേണ്ടതായിട്ട്? എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ അനുസരിക്കണം. ആ കാര്യം തന്നെ ഉള്ളൂ എനിക്കിപ്പോൾ പറയാനുള്ളത്. നീ വയ്യാത്തതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്ന് പറഞ്ഞ് അവൾ അവനെ കൊണ്ട് പോവായിരിക്കും. ഇതെല്ലാം ദൂരെ നിന്ന് ആസ്ലി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഓഫീസിലേക്ക് പോകും. ഓഫീസിലെത്തുമ്പോൾ ഓഫീസേഴ്സ് എല്ലാം അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ അന്വേഷണമൊക്കെ ചോദിക്കും. കാരണം അവർ ആ ഒരു ആക്സിഡന്റിന് ശേഷം ഇപ്പോഴാണ് ഇവർ കാണുന്നത്. അങ്ങനെ കാര്യമെല്ലാം ചോദിച്ചറിയുമ്പോഴാണ് അവിടേക്ക് നസീറും വരുന്നത്. നസീർ വന്ന് മേജറിനോട് ഒത്തിരി കെയർ കാണിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് അവൻ്റെ അടുത്തേക്ക് എന്ന് പറയും, അവൾ പറഞ്ഞില്ലേ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന്, പിന്നെ നീ കൂടുതൽ ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജർ അവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അവൾ വേഗം ഞാൻ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. അത് കാണുമ്പോൾ ആദേശ് മേജറിനെ തടയും. അവളെ പിടിച്ചുകൊണ്ട് അവൻ പറയും, നീ ഇനി എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്താൽ മതി, ഇപ്പോൾ തൽക്കാലം അവിടെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട പണിയെ നിനക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവും. ഇതെല്ലാം കാണുമ്പോൾ നസീർ നല്ല ദേഷ്യം വരുന്നുണ്ട്. ആദേശും മേജറും കൂടി അവൻ്റെ ക്യാബിനിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദേശിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞെടുക്കാൻ വേണ്ടി മേജർ ആദേശിൻ്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരിക്കും. ആദേശാണെങ്കിൽ അവൾ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ജമാൽ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മേജൻ പോവും. അതിനുശേഷം ജമാൽ ആദേശ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആദേശ് ജമാലിനോട് മേജൻ അവനെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദേശ് പറയും, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഞങ്ങളെല്ലാവരും കൂടി ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് അവൾക്ക് ഫുള്ള് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അവളെ കൊണ്ട് കാണിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. അതായത് നമുക്കൊരു മൂവി കാണാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം അവളെ അവിടേക്ക് വിളിച്ച് ആ മൂവിയൊക്കെ കാണിച്ചു കൊടുക്കണം. അതവൾക്ക് ഒത്തിരി സന്തോഷമാവും. ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ പറയും, അതെ നിൻ്റെ പ്ലാൻസൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഈ കാര്യങ്ങൾ മുസൈനമ്മയോ അല്ലെങ്കിൽ ആസ്ലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ കാര്യം പോക്കായിരിക്കും. അതേക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, മിക്കവാറും അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അവൾ അവളുടെ ജീവൻ തന്നെ റിസ്ക് ചെയ്തിട്ടാണ് എന്നെ രക്ഷിച്ചത്. അതിനുവേണ്ടി അവൾക്ക് ചെറിയൊരു സന്തോഷമായിട്ട് നമ്മളിത് കൊടുക്കുന്നു മാത്രം. ഇത് കേൾക്കുമ്പോൾ ജമാൽ നിന്റെ ഐഡിയ കൊള്ളാമെന്ന് പറയും. അതിനുശേഷം ആദേശിൻ്റെ റൂമിലേക്ക് അവൾ വീണ്ടും വരും. അപ്പോൾ ആദേശിൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് ഫുഡ് ഇരിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ അവൾ ഓടി അങ്ങോട്ട് വരും. ഓ ഇതേതാ ഫുഡ്? ഇത് ലാമാജം, നിനക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? ഞാൻ അതിന് വല്ല മൂണിലാണല്ലോ ജീവിക്കുന്നത്, എനിക്ക് ഫുഡ് കണ്ടാൽ മനസ്സിലാവില്ലേ എന്നും പറഞ്ഞ് മേജൻ അവിടെ കഴിക്കാനായിട്ടിരിക്കും. അയ്യോ ഞാൻ സ്പൂൺ എടുത്തില്ലല്ലോ, ഇപ്പം എടുത്തിട്ട് വരാം. നീ എവിടേക്കാണ് മേജൻ പോകുന്നത്? ഇത് അങ്ങനെ കഴിക്കേണ്ട ഫുഡല്ല. നീ ഈ ഫുഡ് വരെ കഴിച്ചിട്ടില്ലേ? നിന്റെ സംസാരം കേൾക്കുമ്പോൾ നീയാണ് മുകളിൽ ജീവിക്കുന്നതെന്ന് തോന്നുമല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എനിക്കെന്താ ഈ ഫുഡിനെ കുറിച്ചൊന്നും അറിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്പൂൺ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കൈ കൊണ്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അത് വേറെ രീതിയിലായിരിക്കും കഴിക്കുന്നത്. അത് കാണുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അദ്ദേഹം എന്നെ അത് മടക്കി കൊടുക്കും. അതിനുശേഷം അവളത് കഴിച്ചു നോക്കുമ്പോൾ അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ ഫുഡ് കഴിച്ചിരിക്കുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് നസീറിനെ ആസ്ലിയാണ്. ഓഫീസിൽ വെച്ച് ആസ്ലിയോട് നസീർ സംസാരിക്കാൻ വന്നുകൊണ്ട് തന്നെ ആസ്ലി അവനോട് പറയും, നിനക്കെന്താ തീരെ ബോധമില്ലേ? ഇവിടെ നമ്മൾ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നതെങ്ങാനും ആദേശ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇത് കേൾക്കുമ്പോൾ നസീറും പറയും, അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവേണ്ടതായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, അപ്പം നീ തന്നെയാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ? അപ്പോഴെനിക്കത് അറിയായിരുന്നു. ഓക്കെ അതൊക്കെ വിടും. അല്ല നിന്റെ ആദേശ് ഇപ്പം എന്താ പറയുന്നത്? അവനിപ്പോൾ പുതിയ പ്ലാനുകളൊന്നുമില്ലേ? അതോ ഇനി നീ അതൊന്നും എന്നോട് പറയാതിരിക്കുന്നതാണോ? അവനിപ്പോൾ പുതിയ പ്ലാനുകളൊന്നുമില്ല, അവനിപ്പോൾ റെസ്റ്റിലാണ്, അവനാകെ ക്ഷീണിച്ചിരിക്കുകയല്ലേ. ഇത് കേൾക്കുമ്പോൾ നസീറും പറയും, അവനെന്തിന് ഇത്രമാത്രം റെസ്റ്റിൻ്റെ ആവശ്യം? ആകെ ഒരു വെടിയല്ലേ കൊണ്ടുള്ളൂ, അപ്പോൾ അതിന് ഇത്രയൊക്കെ റെസ്റ്റ് എടുക്കണം? എന്ത്, അവന് വെടിയേറ്റോ? എന്നിട്ട് ഈ കാര്യമൊന്നും അവൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. നസീർ, ഇത് ഞാൻ നിനക്ക് ലാസ്റ്റ് ആയിട്ട് തരുന്ന വാണിംഗ് ആണ്. ഇനി മേലിൽ എൻ്റെ ആദേശിനെ നീ തൊടാൻ നോക്കിയാൽ എൻ്റെ വീട്ടിൽ നിന്റെ മേജറിരിക്കുന്ന കാര്യം അത് നീ മറക്കണ്ട എന്നും പറഞ്ഞ് ആസ്ലി അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ആദേശിന്റെ മേജറാണ്. അവർ വീട്ടിലേക്ക് വന്ന് ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഹൈദർ വരുന്നത്. മോളെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പക്ഷേ മേജർ അതൊന്നും കേൾക്കാതെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവും. അത് കാണുമ്പോൾ ഹൈദർ ആദേശിനോട് പറയും, എൻ്റെ മോളെന്നോട് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നതല്ല നീ കാരണമാണ്, നീയാണ് എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് പറയും, ഒരിക്കലല്ല, ഇവിടെ ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം നിങ്ങൾ വരുത്തി വെച്ചത് തന്നെയാണ്, അതെല്ലാം നിങ്ങൾ അനുഭവിക്കുകയും വേണമെന്നും പറഞ്ഞ് ആദേശ് അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവൾ മുസൈൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ആദേശിന് ഇന്നലെ നടന്ന ആക്സിഡൻറ്റിൽ ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം അവൻ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. നമ്മളൊഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാം. എന്തിന്, മേജന് വരെ ആ കാര്യങ്ങൾ അറിയാം. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈൻ ആകെ ഷോക്കാവും. ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് അവൻ എന്താ നമ്മളുടെ നിന്ന് മറച്ചു വെച്ചത്? ആ മേജന് വരെ അത് അറിയാമല്ലേ? ഞാൻ അവൾക്ക് ഇപ്പം കാണിച്ചു കൊടുക്കാം. അവളുടെ ഫാമിലിയും കാരണമാണ് അവൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അവന് മാത്രമല്ല, നമുക്ക് മൊത്തം ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് അവർ കാരണം തന്നെയാണ്. അവൾ തന്നെയായിരിക്കും അവനെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അവളും അവളുടെ അച്ഛനൊക്കെ ഒരേ കണക്കിൽപ്പെട്ടവർ തന്നെയല്ലേ. അവളുടെ അച്ഛൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അവൾ തന്നെയായിരിക്കും ആദേശിനെ കൊണ്ട് അവിടേക്ക് ചെന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് മുസൈൻ അവളുടെ അടുത്തേക്ക് പോകും. മേജൻ റൂമിലിരിക്കുന്ന സമയത്തായിരിക്കും മുസൈൻ അവിടേക്ക് കത്തി കൊണ്ടുവരുന്നത്. അത് കാണുമ്പോൾ മേജൻ ആകെ ഷോക്കായി പോകും. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? നീ ഇനി ഒന്നും പറയണ്ട, നീ കാരണമാണ് എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടത്. നീ നിന്റെ അച്ഛനും എല്ലാം കണക്ക് തന്നെയാണ്. നിന്റെ അച്ഛൻ്റെ പ്ലാൻ
പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നീ മനഃപൂർവ്വം അവൻ നിന്റെ വശത്താക്കി അവിടേക്ക് കൊണ്ടുവന്നതല്ലേ. എൻ്റെ മക്കളെ വേദനിപ്പിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് നീയും നിന്റെ അച്ഛനും കൂടി ഉണ്ടാക്കിയ പ്ലാൻ അല്ലേ. നിന്റെ അച്ഛൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നീ അവനെ നിന്റെ വശത്താക്കി വെച്ചു. പക്ഷേ ഇനി അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഹൈദറിനെ ഞാനിന്ന് മനസ്സിലാക്കി കൊടുക്കും മക്കളെ വേദനിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യാന്നുള്ളത്. ആദ്യം നീ, അതിനുശേഷം ഹൈദർ എന്നും പറഞ്ഞ് അവൾ നേരെ ആ കത്തി മേജൻ നേരെ വീശും. ഇതെല്ലാം കാണുമ്പോൾ മേജൻ ആകെ ഷോക്കായി പോകും. അവൾ ഒരുപാട് തവണ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നോക്കുന്നുണ്ട്. പക്ഷേ മുസൈൻ ആ കത്തി കൊണ്ട് അവളുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് അദേശ് വരും. അദേശ് വരുമ്പോൾ മുസൈന് മേജൻ നേരെ കത്തി ചൂണ്ടി നിൽക്കുന്നതാണ്. മേജനാണെങ്കിൽ ആകെ പേടിച്ച് കരഞ്ഞു പോവാണ്. ഇതെല്ലാം കാണുമ്പോൾ അദേശ് ഓടി വന്ന് മുസൈന് കയ്യിൽ നിന്ന് കത്തി തട്ടി മാറ്റി വാങ്ങാൻ നോക്കും. അമ്മേ, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? നിങ്ങൾക്ക് വട്ടായോ? എന്തേ നിങ്ങൾ അവളെ ഉപദ്രവിക്കുന്നത്? അവൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് സംഭവിച്ചില്ലൊന്നും അവൾ കുറ്റക്കാരിയല്ല. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് മുസൈൻ അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. അവരവരുടെ കയ്യിരിക്കുന്ന കത്തി വെച്ച് മേജനെ കൊല്ലാൻ നോക്കുമായിരിക്കും. അവസാനം അദേശ് പറയും, അമ്മയോട് ഞാൻ കത്തി താഴെ ഇടാനാ പറഞ്ഞത്. അവൾ എൻ്റെ ഭാര്യയാണ്. അവളെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ മുസൈൻ ആകെ ഷോക്കാവും. അവരാ കത്തി താഴെ ഇടും. നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് തന്നെ ശരി. അവൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വേഗം ഈ റൂമിൽ നിന്ന് പോകാൻ നോക്ക്. ഇതും കൂടി കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും തൃപ്തിയാവും. വേഗം അവരവിടെ നിന്ന് സ്ഥലം വിടും. മേജനാണെങ്കിൽ ഇപ്പം നടന്ന കാര്യങ്ങൾ ആലോചിച്ച് ആകെ കരഞ്ഞു പോകും. ഇതെല്ലാം കാണുമ്പോൾ അദേശ് അവളെ സമാധാനിപ്പിക്കും. മേജൻ, നീ പേടിക്കണ്ട. ഇനി ഒരിക്കലും ആരും നിന്നെ ഇങ്ങനെ ചെയ്യില്ല. കാരണം ആരെങ്കിലും നിന്നോട് ഇങ്ങനെ കാണിച്ചാൽ അവർക്കെല്ലാം എന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആരും ഒരിക്കലും നിന്നെ ഇങ്ങനെ ചെയ്യില്ല. നീ ഇപ്പം പേടിക്കാതിരിക്കും. വേഗം ഈ വെള്ളം എടുത്ത് കുടിക്കുന്നു പറഞ്ഞ് അവൻ അവൾക്ക് വെള്ളം കൊടുക്കും. അതിനുശേഷം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് മേജൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ്റെ കയ്യിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ടാവും. അത് കാണുമ്പോൾ മേജൻ അവനെ തടഞ്ഞു നിർത്തും. അദേശ്, നിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. നിന്റെ മുറിവ് ഇപ്പോൾ ഉണങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നത്. അത് സാരമില്ല, അതൊക്കെ മാറിക്കോളും. പക്ഷേ മേജൻ അതിന് സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എപ്പോഴും നിങ്ങൾ ഇതുപോലെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ളത്. പക്ഷേ ഇത്തവണ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും അത്രയും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് മേജൻ അദേശിന് ആ മുറിവിൽ ഓൾമെന്റ് തേച്ചു കൊടുക്കും. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ഓൾമെന്റ് തേക്കാൻ വേണ്ടി അവൻ്റെ ഷർട്ട് ഊരി വെച്ചിട്ടുണ്ടാവല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ പുറത്തുള്ള ആ വലിയ പാടുകൾ അവൾ ശ്രദ്ധിക്കും. അതാരോ അടിച്ച പോലെ ഒരു വലിയ പാടായിരിക്കും ഉണ്ടാവുക. അത് കാണുമ്പോൾ മേജൻ ആകെ ഷോക്കായി പോവും. ഈ പാടുകളൊക്കെ എന്താ? ഇതെല്ലാം എങ്ങനെ സംഭവിച്ചത്? ഇത് ചോദിക്കുമ്പോൾ അദേശ് ആകെ ഷോക്കായി പോവും. അവൻ വേഗം അവൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് അവിടുന്ന് പോകാൻ നിൽക്കും. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, അതൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ മേജൻ അത് അങ്ങനെ വിടാൻ സമ്മതിക്കില്ല. ഇല്ല അദേശ്, നിന്റെ പുറത്ത് നല്ല വലിയ പാടുകളുണ്ടല്ലോ. ഇതെല്ലാം നിന്നോട് ആരാ ചെയ്തത്? നിന്റെ കുട്ടിക്കാലത്ത് ഇതെല്ലാം നിനക്ക് സംഭവിച്ചതാണോ? ഇത് കേൾക്കുമ്പോൾ അവൻ പറയും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കാൻ നിൽക്കരുതെന്ന്. അത് അന്വേഷിച്ചാലും നിനക്കൊന്നും കിട്ടാനും പോകുന്നില്ല, നിനക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. എങ്കിൽ നിനക്ക് എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ചിലപ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ? ഞാൻ പിന്നെ നിന്നെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോയില്ലല്ലോ. പക്ഷേ അദേശ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവും. അതെല്ലാം കൂടി ആകുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാവും. അവൻ അവൻ്റെ കുട്ടിക്കാലത്തിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ട്രോമാസ് ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവൻ ഇങ്ങനെ ഒരു പരുക്കനും ദേഷ്യക്കാരനായി മാറാനുള്ള കാരണം അവൻ്റെ പാസ്റ്റ് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാവും. എന്തായാലും അത് അവൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടാവും. അതെല്ലാം ആലോചിക്കുമ്പോൾ അവൾക്ക് ഒത്തിരി വിഷമാവും. പിന്നീട് കാണിക്കുന്നത് കിച്ചണിലെ മേജനെയാണ്. അവൾ കിച്ചണിൽ എന്തോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് അദേശ് വരുന്നത്. അവൻ അതിലൂടെ ആകെ മഴയൊക്കെ കൊണ്ട് നനഞ്ഞു പോകുന്നുണ്ടാവും. അത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് അവനെ വിളിച്ച് കിച്ചണിലേക്ക് കൊണ്ടുവരും. നീ എന്തേ കാണിച്ചത്? ഇങ്ങനെ പോവാണെങ്കിൽ നിനക്ക് വേറെ ശത്രുക്കൾ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ അവസ്ഥയിൽ നീ എന്തിനാ ഇപ്പം മഴ കൊള്ളാൻ പോയത്? ആകെ നനഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഒന്ന് തലയൊക്കെ തോർത്തിക്കൂടെ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് വേറെ ശത്രുക്കൾ ആവശ്യമൊന്നുമില്ലല്ലോ. നീ തന്നെ നിന്റെ ശത്രുവായി മാറും എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്ന തോർത്തെടുത്ത് അവന് തല തോത്തി കൊടുക്കും. അതെല്ലാം കാണുമ്പോൾ അവൻ അവളത്തിന് നോക്കി നിൽക്കും. പിന്നെ അദേശ്, എനിക്ക് നിന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നീ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം നിന്റെ പാസ്റ്റ് അല്ലേ? നിന്റെ പാസ്റ്റിൽ നീ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നീ ഇപ്പം നിന്റെ പ്രസന്റ് ലൈഫിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നീ ഇത്രയധികം ദേഷ്യക്കാരനും ഇങ്ങനെ ഷാട്ടം പിടിക്കുന്നതിനൊക്കെ കാരണം നിന്റെ പാസ്റ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശ് അവളോട് പറയും, നീ നിന്റെ ഈ സൈക്കോളജിക്കൽ ഫാക്റ്റൊക്കെ നിർത്തുന്നുണ്ടോ? ഇതൊക്കെ നീ വെറുതെ ആലോചിച്ച് കൂട്ടുന്നല്ലേ? ഇതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നെക്കുറിച്ച് ഇതുപോലെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞതാണ് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. രാവിലെ തന്നെ അദേശ് മേജനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. നമുക്കൊരു അടിപൊളി ഗസ്റ്റ് വരാനിരിക്കുന്നുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മേജൻ ആകെ എക്സൈറ്റഡ് ആവും. അത് ആരാ? അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ദുർമുസ് അങ്കിളും ഗുല്ലു ആൻറ്റിയും വരുന്നത്. ഇവർ രണ്ടുപേരും കൂടി അവിടേക്ക് എത്തുമ്പോൾ തന്നെ മേജന് ഒത്തിരി സന്തോഷമാവും. മേജൻ ഓടി അവരുടെ അടുത്തേക്ക് പോയി അവരെ കെട്ടിപ്പിടിക്കും. നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അദേശ് മോൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ മേജൻ മനസ്സിലാവും അദേശ് ഇതെല്ലാം മേജനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ആൻറ്റി അങ്കിളിനെ ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങനെ അവരവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മുത്തശ്ശി അദേശിൻ്റെ കൈയെടുത്ത് മേജൻ്റെ കയ്യിൽ വയ്ക്കും. എപ്പോഴും നിങ്ങൾ ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണം എന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും എന്തോ പോലെ തോന്നും. മേജൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ വെള്ളം എടുത്തോണ്ടിരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം എസ്കേപ്പ് ആവും. അദേശം അതേപോലെ തന്നെ ഒരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ്
അവൻ അവിടെ നിന്നും പോവും. ആദേശ് അവൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മേജൻ വരുന്നത്. നിങ്ങളെന്താ ഇങ്ങനെ മാറിക്കളഞ്ഞത്? അവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നമ്മൾ കാത്തിരിക്കുകയല്ലേ? അത് എനിക്ക് കുറച്ച് വർക്ക്സ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, അതാ ഇവിടെ ഇരുന്നത്. എങ്കിൽ ശരി, നിങ്ങൾ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് വേഗം അവിടേക്ക് വരണം. അവർ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുമല്ല, നിങ്ങൾ അവരെ ഇവിടെ കൊണ്ടുവന്നത് ഒരു നല്ല തീരുമാനമായി. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ അതിന് എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിത് നിനക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, എങ്കിൽ ശരി, ഞാൻ ആ നന്ദി തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓക്കെ ആയില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ അതിനല്ല ഇവിടേക്ക് വന്നത്. എനിക്ക് നിങ്ങളോട് ഇന്നലെ സംസാരിച്ചതിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഉള്ളിൽ ഒറ്റപ്പെട്ടവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല നിങ്ങളുടെ പാസ്റ്റ് ചോദിച്ചത്. ഇത് കേൾക്കുമ്പോൾ ആദേശിനും എന്താ പോലെയാവും. അത് സാരമല്ല, അതൊക്കെ വിട്ടേക്ക്, നമുക്കിപ്പോൾ ആൻറ്റിയുടെ അങ്കിളുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകും. അതിനുശേഷം മേജൻ ആൻറ്റിയുടെ അടുത്തും ആദേശ് അങ്കിളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അവർ രണ്ടുപേരും രണ്ടുപേരുടെ ഉപദേശങ്ങൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആൻറ്റി അവളോട് ചോദിക്കും, മോളുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? മേജനപ്പോൾ ആദേശ് ഇങ്ങനെ സാഡായിട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയും. അത് കേൾക്കുമ്പോൾ അവരും പറയും, മോളെ, അവനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് നല്ലൊരു വഴിയുണ്ട്. അവൻ്റെ ഭാര്യ അവൻക്ക് കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടായി കൊടുത്താൽ അവൻ നല്ല ഇഷ്ടമാവും. അതായത് അവൻ ഇഷ്ടപ്പെട്ട ഫുഡോ അങ്ങനെ എന്തെങ്കിലും മോൾക്ക് അറിയോ? ഇത് കേൾക്കുമ്പോൾ മേജൻ ഇങ്ങനെ ആലോചിക്കും, അവൻ ഇഷ്ടപ്പെട്ട ഫുഡ് അതൊന്നും എനിക്കറിയില്ലല്ലോ. സാരമില്ല, അതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാന്നേ. എന്തായാലും അവൻ ഇഷ്ടപ്പെട്ടൊരു ഫുഡ് മോൾ ഉണ്ടായി കൊടുത്താൽ മതി. അതാവുമ്പോൾ അവനക്ക് ഒത്തിരി സന്തോഷമാവും. അവൻ്റെ ഈ ദേഷ്യവും വിഷമമൊക്കെ അപ്പം മാറിക്കോളും. ഇത് കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി ഹാപ്പി ആവും. എങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആസ്ലി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആൻറ്റിയും മേജനും കൂടി ആദേശിന് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരിക്കും എന്ന് ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ആസ്ലിയുടെ കളി നടക്കുന്നത്. അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ജമാലിന് കോൾ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യും. ജമാൽ, ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കാം. ആദേശിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫുഡല്ലേ ചോക്ലേറ്റ് കേക്ക്. നീ എന്തായാലും അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ താ, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാക്കി നോക്കാം. ആദേശിന് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എന്ന് ആസ്ലി ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടാവും. അതെല്ലാം ആൻറ്റി കേൾക്കും. അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആൻറ്റി മേജനോട് ചോദിക്കും, മോള് കേട്ടില്ലേ അവൾ എന്താ പറഞ്ഞതെന്ന്? ആദേശിന് ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. അങ്ങനെ ആദേശിൻ്റെ ദേഷ്യം മാറ്റാനായി മേജൻ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ബിന്നാസും ആൻറ്റിയും എല്ലാവരും അവൾ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊറ്റയ്ക്ക് മേജൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ ആ കേക്ക് ഉണ്ടാക്കി കഴിയും. അങ്ങനെ നേരെ ഇരുട്ടായി ഡിന്നർ കഴിക്കാനുള്ള സമയമായി. അവർ രണ്ടുപേരും ഡിന്നറിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആദേശ് മേജനോട് പറയും, ഇന്ന് നീ എന്തൊക്കെയോ അടിപൊളിയായിട്ട് ഡിഷൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ, എന്താ അത്? അത് കേൾക്കുമ്പോൾ മേജന് പറയും, നീ പേടിക്കണ്ട, എന്തായാലും നീ വിചാരിച്ചതുപോലെ അത് ഫ്ലോപ്പായിട്ടൊന്നുമില്ല. ഇത്തവണ നല്ലതായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ അങ്ങനെയാണോ? എങ്കിൽ അത് എന്തായിരിക്കും അറിയാൻ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് ആദേശ് അവളോട് പറയും. അത് കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ ആദേശ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ മേജൻ ആദേശിനെ തടഞ്ഞോട് ചോദിക്കും, ആദേശ്, ഈ ഡ്രസ്സാണോ നീ ഇടുന്നത്? അവർ കുറച്ച് പ്രായമുള്ളവരല്ലേ, അവർ റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഫോർമായിട്ട് ഡ്രസ്സ് ചെയ്ത് പോയിക്കൂടെ? എന്തായാലും നീ ഒരു ജാക്കറ്റ് എടുത്തിട്ടോ, അതാകുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അത് കേൾക്കുമ്പോൾ ആദേശ് അവളുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, ഓ അപ്പോൾ ജാക്കറ്റ് ഇട്ടാൽ എനിക്ക് നന്നായിട്ട് ചേരുമല്ലേ? അത് കേൾക്കുമ്പോൾ മേജൻ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വേഗം അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അതിനുശേഷം അവൻ ആ ഡ്രസ്സ് ഇടുമ്പോൾ അവൻ പറയും, എനിക്ക് എൻ്റെ കൈ വേദനിക്കുന്നുണ്ട്, നീ എനിക്കിതൊന്ന് ഇടാൻ സഹായിക്കുമോ? അത് കേൾക്കുമ്പോൾ അവൾ അവനെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് അവൻ വീണ്ടും പറയും, എനിക്ക് ഈ ബട്ടൺസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നീ വീണ്ടും ഇടുന്ന സഹായിക്കുമോ? അത് കേൾക്കുമ്പോൾ അവൾ വീണ്ടും സഹായിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ മറ്റേ ഷർട്ട് അവൻ ഒറ്റയ്ക്കാണ് ഇട്ടത്, അപ്പോൾ ഇല്ലാത്ത കുഴപ്പമാണ് അവൻക്കിപ്പോൾ. പക്ഷേ മേജൻ നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ അവൾ അവനക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ വേഗം ജാക്കറ്റ് എടുക്കാൻ പോകും. അങ്ങനെ ജാക്കറ്റ് അവൾ തന്നെ ഇട്ടെടുക്കും. അങ്ങനെ നമ്മുടെ ആദേശിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഗെറ്റപ്പ് തന്നെ നമ്മുടെ മേജൻ മാറ്റിയെടുക്കുകയാണ്. അത് കഴിയുമ്പോൾ ആദേശ് അവളുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, എല്ലാം കഴിഞ്ഞോ അതോ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേൾക്കുമ്പോൾ മേജന് പെട്ടെന്ന് എന്തോ പോലെ ആവും. അവൾ പറയും, എന്തായാലും ഇപ്പം തന്നെ നല്ല നേരം വൈകിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് പോകും. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഡിന്നർ കഴിക്കായിരിക്കും. അങ്ങനെ ഡിന്നറിന് ശേഷം ഒരു മധുരമാവാന്ന് മുത്തശ്ശി അവരോട് പറയും. അത് കേൾക്കുമ്പോൾ മേജൻ വേഗം അവൾ ഉണ്ടാക്കിയ ആ കേക്ക് കൊണ്ട് അവിടേക്ക് വരും. അവൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കായിരുന്നു. ആ ചോക്ലേറ്റ് കേക്ക് കൊണ്ട് അവൾ ഒരുപാട് പ്രതീക്ഷയോടെ ആദേശിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. എങ്കിൽ ആദേശിൻ്റെ റിയാക്ഷൻ നേരെ തിരിച്ചായിരുന്നു. ഇതെല്ലാം കണ്ട് അവൻ ഒത്തിരി ഇഷ്ടപ്പെടുമെന്നാണ് മേജൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ആദേശിന് വേണ്ടി അവൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ കേക്ക് ഉണ്ടാക്കിയത്. അവൻ ആ കേക്ക് കണ്ടപാട് തന്നെ നല്ല ദേഷ്യം വരികയാണ്. അവൻ ആ കേക്ക് എടുത്ത് തറയിലേക്ക് ഒറ്റയേറ്. ഇതും കൂടി കാണുമ്പോൾ മേജൻ ആകെ ഷോക്കാവും. കാരണം ആദേശ് ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് അവൻ്റെ സഹോദരി എയിലുവിന് വേണ്ടി അവൻ ഒരു ചോക്ലേറ്റ് കേക്ക് എടുത്ത് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചോക്ലേറ്റ് കേക്ക് അവൾ കഴിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ഹൈദർ അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്. അതിനുശേഷം
അവൻ ഇതുവരെ ഏരിയലിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ കേക്കിനോട് ഇത്രയും ദേഷ്യം. അവനൊരു ട്രോമ ആയിട്ട് മാറിയിരിക്കുകയാണ് ചോക്ലേറ്റ് കേക്ക്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ പാവം മേജന് അറിയില്ലല്ലോ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ആസ്ലിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ മനഃപൂർവ്വം അവരുടെ ഇടയിൽ വെച്ച് ആ ചോക്ലേറ്റ് കേക്കിനെ കുറിച്ച് സംസാരിച്ചത്. ഇതെല്ലാം കാണുന്ന ആസ്ലിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എങ്കിൽ ഇതെല്ലാം കണ്ട് ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ആ ദേഷ്യം മേജൻ ഇതെല്ലാം കണ്ട് എന്താണെന്നും മനസ്സിലാവാതെ ആകെ ഷോക്കായി നിന്ന് പോവാണ്. ഇത് കാണിച്ചതോടുകൂടി അറഫ്ത സീരീസിലെ ഈ 2 എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്താണ് കാണുന്നവർ. അവരെല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.